സൗകര്യം. പക്ഷെ റോഡിന്റെ കാര്യമല്ല, ആറാട്ടുകാരുടെ അത്രയും സേഫ്റ്റി അല്ല. ആറാട്ടുകാരുടെ അത്രയും സേഫ്റ്റി അല്ല. ഇപ്പം എന്താ നമ്മുടെ ആവശ്യം എന്താ അവരോട് പറഞ്ഞിരിക്കുന്നത്? റോഡും ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാൽ ആറാട്ടുകാരെ അറിയിക്കേണ്ട കാര്യം എങ്ങനെയായിരുന്നു? ഇന്ന് ഈ മരണത്തിന് ആറാട്ടുകാരാണ് ഇത്, ഫോറസ്റ്റ് ആണ് ഉത്തരവാദി. ഞാൻ പറയാം, ആറാട്ടുകാരുടെ ഒരു റോഡല്ല വലിയ വിഷയം. റോഡ് നമുക്ക് എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ആറാട്ടുകാരുടെ ഒരു ഇത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇന്നലെ ആന ഉണ്ടായിരുന്നു എന്ന് അറിയിക്കേണ്ട കടമ ആർക്കായിരുന്നു? റോഡ് ആവശ്യമുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ റോഡ് ഇട്ടിട്ടെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആന അവിടെ സിപ്പ് ലൈനിന്റെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നാണി പൈസമാരിലെ പണിയുമായിരുന്നു. അന്നേരം വന്നപ്പോ എന്റെ പെങ്ങളെ തട്ടിയെന്ന് പറഞ്ഞു. പെങ്ങൾക്ക് ഭർത്താവും ഇല്ല, അതും പോയി. 2 കൊച്ചുങ്ങൾ നോക്കേണ്ടത് എന്റെ കടമയാ. ഈ കൊച്ചുങ്ങൾ ആരാ കൊണ്ടുവന്ന്? എന്തായാലും ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവരെ നിൽക്കുന്നത്. ഒരിക്കലും സമ്മതിക്കില്ല. നമുക്ക് തീരുമാനം ഉണ്ടാകാതെ ഇവിടുന്ന് ബോഡി കൊണ്ടുപോകാൻ സമ്മതിക്കാം. അതാണ് ഗേറ്റ് അടച്ചത്. എന്നെ മണി അറസ്റ്റ് ചെയ്തോ? ഒരാനയെ ചത്തതെങ്കില് ഇപ്പൊ DF അല്ല, ലോകത്തിലുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ വന്നേനെ. അതുകൊണ്ട് സമ്മതിക്കുകയല്ല, തീരുമാനം ഇല്ലാണ്ട് ബോഡി ഇവിടെ എടുക്കാൻ സമ്മതിക്കുകയല്ല. ഇത് ആദ്യമായിട്ടല്ല ഈ ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പ്രതിഷേധം ഇതിനു മുമ്പ് പലതവണ ഉള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാതെ ഒരു തരത്തിലുള്ള ഒരു സഹകരണവും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ് പറയുന്നത്. ബന്ധുക്കളടക്കം അങ്ങനെയാണ് പറയുന്നത്. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായ ഉറപ്പ്, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താനുള്ള കൃത്യമായ നടപടി ഉണ്ടാകണം, നഷ്ടപരിഹാരം ഉൾപ്പെടെ വേണം എന്നുള്ളതാണ് പ്രധാനമായും ഇവരുൾപ്പെടെ ഈ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുകയും ചെയ്തിരിക്കുന്ന ആളുകൾ. ഇപ്പോൾ എന്തായാലും ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലാണ് ഈ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. ഇവിടുന്ന് പോസ്റ്റ്മോർട്ടത്തിനായി അടിമാലിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ശ്രമം വനംവകുപ്പ് നടത്തിയത്. പക്ഷേ ആളുകൾ വാഹനം തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ മൃതദേഹം ഉൾപ്പെടെ ഈ വാഹനത്തിലുണ്ട്. അങ്ങനെയാണ് ഗേറ്റ് ഉൾപ്പെടെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം, താൽക്കാലിക പരിഹാരമല്ല, ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് നാട്ടുകാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.